നെയ്ത്ത് തൊഴിലാളിയായി തുടങ്ങി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി വരെയായ ചടയൻ ഗോവിന്ദന്റെ 27ാമത് ചരമവാർഷികമാണിന്ന്. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ ഉജ്ജ്വലമായ സംഭാവനയാണ് ചടയൻ ഗോവിന്ദൻ നൽകിയിട്ടുള്ളത്. 1929 മെയ് 12-ന് കണ്ണൂർ ജില്ലയിലെ കമ്പിൽ എന്ന സ്ഥലത്ത് ചടയൻ കുഞ്ഞപ്പയുടെയും അരക്കൻ കല്യാണിയുടെയും മകനായാണ് ചടയൻ ഗോവിന്ദന്റെ ജനനം. ചടയൻ ഗോവിന്ദൻ 5ാം ക്ലാസ്സിൽ പഠനം നടത്തി വീട്ടിലെ നെയ്ത്ത് തൊഴിലിൽ സഹായിക്കേണ്ടി വന്നു. നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ചടയൻ ഗോവിന്ദൻ മടിച്ചില്ല. 1948-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. ജന്മിമാർക്കെതിരെ നിരവധി പോരാട്ടങ്ങളിൽ ചടയൻ ഗോവിന്ദൻ പങ്കെടുത്തു. നിരവധി തവണ ഗുണ്ടകളുടെയും പോലീസിന്റെയും ക്രൂരമർദ്ദനത്തിന് ഇരയായി. 1964-ൽ CPIM രൂപീകരിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി. 1965-ൽ ചൈനാചാരനെന്നാരോപിച്ച് ജയിലിലടച്ചു. 77-ൽ അഴീക്കോട് MLA ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയിൽ ഒളിവിൽ കഴിഞ്ഞാണ് ചടയൻ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 1979-ൽ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചടയൻ ഗോവിന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 1990-ൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. 95-ൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. CPIM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന EK നായനാർ മുഖ്യമന്ത്രിയെ നിയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് ചടയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉജ്ജ്വലമായ സംഘാടനത്തിലൂടെ CPIM-ന്റെ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയുടെ കരുത്തായിരുന്നു ചടയൻ ഗോവിന്ദൻ. 1992 സെപ്റ്റംബർ 9-ന് ഐതിഹാസികമായ ആ സമരജീവിതത്തിന് അന്ത്യമായി. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.